ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി പറയാ. താങ്ക് യു. ആന്റിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? വേണ്ട മോളെ, അവൾക്ക് എന്തൊരു വല്ലായ്മയുണ്ട്. കിടക്ക അവിടെ. അവളെ ശല്യം ചെയ്യണമെന്ന് കരുതി പറഞ്ഞ. ഞാനവരെ ഡിസ്റ്റർബ് ചെയ്യില്ല അങ്കിൾ. ഒരേ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. മോള് മറ്റൊന്നും വിചാരിക്കില്ലേ? ഡോക്ടർ പറഞ്ഞത് അവൾക്ക് വൈറൽ ഫീവർ ആണെന്നാ. നീ അടുത്ത് പോയിട്ട് ഇനി നിനക്ക് ഇൻഫെക്ഷൻ ആണെന്ന് കരുതിയ. അവള് സുഖമായതിനു ശേഷം മറ്റൊരു ദിവസം ഒന്ന് കണ്ടോളൂ. മോള് പൊയ്ക്കോ. എന്താ ഇതിന് മാത്രം ആലോചിക്കാനുള്ളേ? പൊയ്ക്കോ, വേറൊരു ദിവസം വാ. പൊയ്ക്കോ, പൊയ്ക്കോന്നേ. തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ ആ ദിഗ്ബന്ധനം താണ്ടി ഞാൻ പുറത്തു വന്നിട്ടും എന്റെ കൺമുന്നിലുണ്ടായിരുന്നു അതിശേഷം തൃശൂലിന്റെ രൂപത്തിൽ ഓടി നടക്കുന്നു. എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഇഷ്ടം അവനെ അറിയിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു നീലി. കഴിയുന്നില്ല. എനിക്ക് നിന്റെ വേദന മനസ്സിലാവും. ഇനിയും ഞാൻ എന്തൊക്കെ ചെയ്യണം? എത്രയൊക്കെ കഷ്ടപ്പെടണം? ഇനിയും എന്തൊക്കെ ത്യാഗം സഹിക്കണം നീലി എന്റെ ആദിശേഷനെ ഒന്ന് കാണാനായിട്ട്? ഇല്ല ശിവാനി, ഇനിയൊരു ത്യാഗവും നീ ചെയ്യേണ്ടി വരില്ല. നിന്റെ ആദിശേഷൻ നിന്റെ മുന്നിൽ തന്നെ വരും. അതിന് ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ നിന്റെ കൂടെ. ഇപ്പൊ നീ ആദ്യം നിന്റെ കണ്ണു തുടക്കേ. ഇല്ല നീലി, എന്നെങ്കിലും ഒരിക്കൽ എന്റെ ആദിശേഷനെ കാണാമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അതെന്താണെന്ന് അറിയണ്ടേ നിനക്ക്? ഈ സൂത്രം ഉപയോഗിച്ച് തൃശൂലിനെ നിനക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എന്താ എന്താ അത്? കാണിക്കില്ല. ചുമ്മാ കളിക്കാതെ എന്താ കാര്യം പറ. എന്താ അത്? കത്തോ? നിന്റെ പ്രിയതമന്റെ മൊബൈൽ നമ്പറാ അത്. ആണോ? ആ, സത്യമായിട്ടും? സത്യമായിട്ടും. നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ നല്ലൊരു കാര്യം ചെയ്തത്. ഞാൻ ഇന്ന് തന്നെ അവനോട് സംസാരിക്കുന്നുണ്ട്. അതെ ശിവാനി, ഇനിമേലിൽ അവനെ നേരിട്ട് കണ്ടില്ലല്ലോ എന്ന സങ്കടത്തിന്റെ ഒരാവശ്യകതയും ഇല്ല. എന്താന്ന് വെച്ചാൽ ഈ മൊബൈലിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് മറ്റൊരാളുടെ മുഖം കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ നിനക്ക് തൃശൂലിനെ കാണാനാകും. ശരിയാണല്ലോ, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. വേണ്ട വേണ്ട, 14 വർഷത്തിന് ശേഷം ഞാൻ എന്റെ ആദിശേഷനെ ആദ്യമായി കാണാൻ പോവുകയാണ്. നേരിട്ട് കാണുന്നതല്ലേ നല്ലത്. തൽക്കാലത്തേക്ക് വീഡിയോ കോള് വേണ്ട. ചെയ്തത് പക്ഷെ ആദ്യം നിന്നോട് ഫോണിൽ സംസാരിക്കുന്നതിനായിരിക്കും നിന്റെ നമ്പർ എന്റെ കൈകളിൽ എത്തിച്ചത്. എന്താ ചെയ്യാ? പ്രളയത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലും ആശ്രയമാകും. എനിക്കിപ്പോൾ നിന്റെ നമ്പറാണ് ആശ്രയം. ഏതാണ് അത് അൺനോൺ നമ്പർ? ട്രൂ കോളറിലും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ, But I am really excited to talk to you. മാഡം, നിങ്ങൾ ആരാണെന്നൊന്ന് തെളിച്ചു പറ. അറിയില്ല. എന്ത് ചെയ്യും താൻ? എന്ത് ചെയ്യും താനെന്നോ? മര്യാദയില്ലാത്ത ഭാഷയൊക്കെയാണല്ലോ വരുന്നത്. ഈ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയാം. അതെ, ഈ സിനിമ ഡയലോഗൊന്നും വേണ്ട, കറക്റ്റ് ആയിട്ട് പറ. എന്നെ നിങ്ങൾക്കറിയോ? അറിയാം, അതല്ലേ പറയുന്നത്. നിങ്ങളെ എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് അറിയാം. മനസ്സിലായി. മനസ്സിലായെന്നോ? എന്നാരാന്ന് പറ. ഹേയ്, സോണിയല്ല നീ. ശരി, പക്ഷേ അതിനൊരു ചെറിയ ക്ലൂവെങ്കിലും വേണ്ടേ? നോ നോ നോ,
നോ ക്ലൂസ്. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ ലവേഴ്സ് പാർക്കിൽ വരുന്നുണ്ട്. നീയും അങ്ങോട്ട് വാ. അത്ര ആളുകളുടെ ഇടയിൽ ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചാ നീ ചോദിക്കുന്നതെല്ലാം തരാൻ ഞാൻ റെഡിയാണ്. ഹലോ, കളിയാക്കല്ലേ മോളെ. നീ ഇന്ന് സന്ധ്യക്ക് പാർക്കിൽ വരും, അത്രേലുള്ളൂ. ഞാനും വരും. ഞാനുണ്ടല്ലോ, ഞാൻ നിന്നെ കണ്ടുപിടിക്കും. നീ നോക്കിക്കോ, നിന്റെ ചാലഞ്ചിന്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കാം. വരൂ തൃശൂൽ, ഞാൻ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. ജീവിതത്തിൽ വർണ്ണിക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കണം അത്. ഉറപ്പായും അങ്ങനെ തന്നെയാവും ശിവാനി. ഞങ്ങൾ അതിനു വേണ്ടിയുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സർപ്രൈസ് അതും റെഡിയാ. നീ ഒന്ന് മൂളിയാ മതി, അതും അവന്റെ മുമ്പിൽ കൃത്യമായി സംഭവിക്കും. അവൻ അത് കണ്ടു കഴിഞ്ഞാല് ശിവാനിയേക്കാൾ വലിയൊരു പ്രണയിനി ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് അവൻ ഉറപ്പിച്ചിരിക്കും. അവൻ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. അപ്പോ നിന്റെ സർപ്രൈസ് കൂടെ കണ്ടാൽ അവൻ നിന്റെ അടുത്ത് വന്ന് നിന്നെ ചേർത്ത് പിടിച്ച് സന്തോഷിക്കും. അതെ, അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. പക്ഷെ എവിടെയാണ് അവൻ? എന്താ ഇത്ര നേരായിട്ടും വരാത്തത്? അവൻ എന്തുകൊണ്ടാ വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാനെത്തി, നീയോ? വന്നോണ്ടിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ വൈകുന്നേ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് നേരെ ഒന്ന് മേലേക്ക് നോക്കിക്കേ. മേലോട്ടോ? എന്തിനാണാവോ? നീ എന്താ ദേവകന്യകയാണോ മേലേന്നങ്ങ് ഇറങ്ങി വരാൻ? അങ്ങനെ തന്നെ വിചാരിച്ചോ? മേലേക്ക് നോക്ക്. ശരി. എന്താണ് മേലെ? നക്ഷത്രങ്ങളുണ്ട്, വേറൊന്നും എനിക്ക് കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ നോക്ക്. ഇന്നെന്തൊരു പ്രത്യേകത? നീ കുടിക്കില്ല എന്ന് എനിക്കറിയാം നന്ദീശ. എന്തോ ഇന്ന് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങേക്ക് ഇത്ര സന്തോഷം വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ടല്ലോ. ഇനിയും സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കും. എന്താ മുതലാളി അത്? ആ ശിവാനി ശരിക്കും സൗത്ത് അമേരിക്കയിൽ നിന്നാണോ വന്നിരിക്കുന്നത്, അതോ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടുന്നത് പോലെ അവള് ശരിക്കും ഒരു നാഗകന്യക തന്നെയാണോന്ന് ഇന്ന് നമുക്കറിയാൻ പറ്റും നന്ദീശ. ആണോ? അതെങ്ങനെയാ മുതലാളി? മനസ്സിലാവും നന്ദീശ. അവളുടെ റിയാലിറ്റി ചെക്ക് ചെയ്യാൻ ഇന്ന് ഞാനൊരു മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. ഇവൻ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ എവിടെ പോയാലും എന്റെ പിറകെ വന്നോളും, എന്റെ വഴികളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട്. ഇപ്പൊ ഞാൻ ഇവന്റെ കണ്ണിലെങ്ങാനും പെട്ടാൽ തൃശ്ശൂരിൽ കാണാനുള്ള ഈ അവസരവും ഇവൻ ഇല്ലാതാക്കി കളയും. മനോഹരമായ ഈ നിമിഷവും നശിപ്പിച്ചു കളയും. നോ, അവൻ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് ചെല്ലാൻ പാടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എവിടെ പോയി പഞ്ചവർണ്ണ തത്ത? എന്നെ പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? ചുമ്മാ കളിപ്പിക്കായിരിക്കും. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഞങ്ങളും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് എവിടെ? നമ്മുടെ മാഡം വന്നില്ലേ? വന്നിട്ടുണ്ട്. ആണോ? എന്നിട്ട് അവരെവിടെ? ദാ അവിടെയുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കാ. വന്നട്ടെ. എന്റെ അടുത്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? വെയിറ്റ് till I call the police. പോലീസ്! എവിടെ പോയി തൃശ്ശൂർ? ഇനി ചിലപ്പോ എന്നെ കാണാത്തോണ്ട് അവൻ പോയിട്ടുണ്ടാവോ? എന്താ എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ 24 മണിക്കൂറും അവർക്ക് സേവനം ചെയ്യുമെന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ? നീ എന്താ ചുമ്മാ ഇങ്ങനെ വായിട്ടലക്കുന്നത്? മുതലാളി പുതിയ എന്തൊരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള പ്ലാനില്ല.
അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. നിന്നോടക്ക് അവനിങ് വന്നോളൂ. അതെ, ഒന്ന് കേട്ടിട്ട് പോ. എന്തിനാണ് എല്ലാത്തിനും അവനെ പറഞ്ഞു വിടുന്നത്? നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മുതലാളിക്ക് വലം കൈ. നിങ്ങളെ അയക്കാൻ പറയൂ. എന്താ ആ ജോലി നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്നാണോ? പാതിരാത്രിയിലെന്നും എന്റെ മകനെ ഒറ്റയ്ക്ക് വിടുന്നു. മിനിങ്ങാവുന്ന രാത്രിയിലാണെങ്കിൽ കൈയും കാലും ഒക്കെ മുറിഞ്ഞിട്ടാ വന്നത്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. എന്റെ പൊന്നെ ഒന്ന് നിർത്താവോ? ഇങ്ങനെ ടെൻഷൻ ആവില്ല. ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് അവൻ എവിടെയാണെന്ന് അന്വേഷിച്ചേക്ക. ഈ കൺകെട്ടും ഡ്രാമയെല്ലാം നല്ലതുപോലെ ചെയ്യാൻ അറിയാലേ? ചുമ്മാ ഇരിടി. മകൻ ഇത്ര നേരമായിട്ട് എത്തിയില്ലെന്നും പറഞ്ഞ് നിന്റെ അമ്മയോട് വിഷമിച്ചിരിക്കുക. നീ ഇതെവിടെ പോയി കിടക്ക? എപ്പോഴും ഇങ്ങനെ പണിയെന്ന് പറഞ്ഞ് പോയാലേ കാര്യങ്ങളൊക്കെ കഷ്ടമാവും. ഇടയ്ക്ക് കുറച്ചു നേരം വീട്ടിലൊക്കെ വന്നിരിക്കും. ആയിക്കോട്ടെ അച്ഛാ, ഞാൻ വേഗം വരാം. എന്തായാലും അമ്മയോടൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ. ആണോ? നിന്റെ അമ്മയോട് സമാധാനായിരിക്കണമെന്നോ? അവളിത് എവിടെ തൊട്ടടുത്തുണ്ട് മോനെ. ആയിക്കോട്ടെ അച്ഛാ. ശരി ശരി, നിന്റെ അമ്മയോട് കാത്തിരിക്കുക. വേഗം വാ. അതെ മധു, നിന്റെ മോന്റെ കാര്യം അറിഞ്ഞില്ലേ? ഫോൺ ചെയ്താൽ നിന്നെ പറ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്റെ കാര്യം അന്വേഷിക്കുന്ന പോലുമില്ല. എന്താ പറഞ്ഞേ? അവൻ എന്നെ കുറിച്ച് ചോദിച്ചുന്നോ? ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് നിങ്ങൾ അവന് സിഗ്നൽ കൊടുത്തത് ഞാൻ കണ്ടു. മുതലാളി വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. ലെവലിലേക്ക് ചിന്തിക്കുന്നതിന് ഇപ്പോഴേ ഫൗണ്ടേഷൻ ഇടുന്നത് നല്ലതല്ല. ശിവാനി വർമ്മ എന്റെ പാർട്ണർ ആവണം. എനിക്കെന്റെ ബിസിനസ് അവളിലൂടെ ലോകം മുഴുവനും വ്യാപിപ്പിക്കണം. പക്ഷേ അതത്രയ്ക്ക് ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുതലാളി. പ്രയത്നിക്കാതെ ചോദ്യം ചോദിക്കുന്ന നിന്റെ ഈ മോശം സ്വഭാവം നീ എപ്പ മാറ്റിയെടുക്കുന്ന അന്തീശ? നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെല്ലാം എന്ത് സംഭവിച്ചാലും നടത്തിയെടുക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പിട്ട പ്ലാനൊക്കെ? മോശം കാര്യം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ആശീർവാദം കൂടുതൽ വേണ്ടത്. നമുക്ക് വീട്ടിലൊരു പൂജ നടത്തി. അമ്മ ആ നാഗപുഷ്പ പൂജയെ പറ്റി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് സാധ്യമാകുമായിരുന്നില്ല. എന്തു തന്നെയായാലും ശിവാനി, ഇനി മുന്നോട്ടും പല തടസ്സങ്ങളും പലരിൽ നിന്നും സംഭവിച്ചെന്നിരിക്കാം. നീ ശ്രദ്ധിച്ചു വേണം മുന്നോട്ടു പോകാൻ. അങ്ങനെ ആയിക്കൊള്ളട്ടെ നാഗമാത. കഴിയുന്നത്ര വേഗത്തിൽ എന്റെ മകൻ ആദിശേഷനെ കാണുവാൻ നിനക്ക് കഴിയുമാറാകട്ടെ. വളരെ നന്ദി നാഗമാത. ഏവർക്കും ശുഭം സംഭവിക്കട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടിയാ വിളിപ്പിച്ചത്. എന്താണത്? എന്തെങ്കിലും ശുഭകാര്യമാണോ പറയാൻ പോകുന്നത്? നല്ല വാർത്ത തന്നെയാണ്. ത്രിവിക്രമന്റെ പേരിൽ നമ്മുടെ വീട്ടിലൊരു പൂജ നടത്തണം. ജാതകം നോക്കി പൂജ ചെയ്യണമെന്നുള്ള കാര്യം സ്വാമിജി പറഞ്ഞപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് സംസാരിച്ചില്ല, സ്വാമിയോട് സംസാരിച്ചിരുന്നു. പൂജയ്ക്ക് നല്ലൊരു മുഹൂർത്തം വേണമെന്ന് പറഞ്ഞപ്പോ ഇന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം കുറിച്ച് തന്നു. അതുകൊണ്ടാ ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം എന്താണെന്നറിയോ? ഈ പൂജയ്ക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അത് മോശമല്ലേ? ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അതിൻ്റെതായ കാരണമുണ്ട്. പുറത്തുനിന്ന് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരികയാണെങ്കിൽ ഇതെന്ത് പൂജയാ, എന്തിനാ ഇത് നടത്തുന്നതെന്നൊക്കെ ചോദിക്കും. ചോദിച്ചോട്ടെ അളിയ. ഇനി അളിയൻ ബിസി ആണെങ്കിൽ ഞാനില്ലേ ഇവിടെ, ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ? ഷടാപ്പ്. എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നീ? അത് പിന്നെ അളിയ, നമ്മുടെ ത്രിവിക്രമന് കണ്ടകശനിയാണ്, അതിന്റെ ദോഷമുണ്ട്. അതിന്റെ പ്രതിവിധിയായിട്ട് ചെയ്യാൻ പോകുന്ന പൂജയാണെന്നല്ലേ നീ പറയാൻ പോകുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരോട് പാടുന്നതേ നോൺസെൻസ് ആണെന്ന് അറിയില്ല നിനക്ക്? പുറത്തുനിന്നുള്ള ആരും തന്നെ വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാനെന്ന് വീടിനകത്തേക്ക് പോലും കയറ്റാതെ പറഞ്ഞയച്ചതല്ലേ? അങ്ങനെയുള്ളൊരുത്തന് ഇത്രയും ബഹുമാനം തന്നെ കൂടുതലാ. ഞാൻ പിന്നെയും
ചെറുതായി പോയ പോലെ തോന്നുക എനിക്ക്. ഇല്ല അങ്കിൾ, നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒരു തെറ്റും തോന്നിയില്ല. എന്താന്ന് വെച്ചാ അന്ന് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. മുന്നും പിന്നും നോക്കാതെ ഈ കാലത്ത് ആരെന്നറിയാതെ വീട്ടിലേക്ക് കെട്ടുന്നത് അപകടമല്ലേ? എന്തോ ആവട്ടെ മാഡം, നിങ്ങൾ എന്നെ ഭാര്യ രക്ഷിച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാളോട് ഞാനത് ചെയ്തത് തന്നെ തെറ്റാ, അതെനിക്കറിയാം. ദയവേത് ക്ഷമിക്കും മാഡം. അയ്യോ അതൊക്കെ പോട്ടെ അങ്കിൾ. അങ്കിൾ ദയവായിട്ടൊന്ന് നിങ്ങളുടെ കൂടെ ഇവരെയും കൂടെ കൂട്ടിക്കൊള്ളൂ. ആ എല്ലാരെയും കൂട്ടിട്ട് വരാം. നിങ്ങളുടെ ആതിഥ്യ മര്യാദ എനിക്ക് വളരെ സന്തോഷമായി. ദൈവം എപ്പോഴും നല്ലത് തന്നെ വരുത്തട്ടെ. ഞാനെന്ന് ഇറങ്ങട്ടെ. വീര, ശൂര, അങ്കിളിന് കാറിന്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് വാ. എന്ത് പറ്റി കൊച്ചു മുതലാളി? എന്തിനെ പറ്റി ഇത്രയ്ക്ക് ഡീപ്പായിട്ട് ആലോചിക്കുന്നേ? ദീപകിന്റെ വീട്ടിൽ ഇന്നാ പാർട്ടി. കുറച്ചു മുമ്പ് ചന്തു വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ വീട്ടിലും പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഏത് പാർട്ടിക്ക് പോകുന്ന ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്താ ബോസ് നിങ്ങളിങ്ങനെ? വീട്ടിൽ നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ ആ പൂജയൊക്കെ ഇപ്പൊ നടത്താൻ പോകുന്നത്? എന്നിട്ട് അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ പാർട്ടിക്ക് പോകണമെന്നോ? ഈ പൂജ, ഹോമം, ഇതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് എനിക്ക് അറിയില്ലടാ. അല്ല ബോസ്, ഇത്രയും വർഷങ്ങളായിട്ടേ ത്രിവിക്രമനെ പൂജക്കിരുത്താൻ വേണ്ടി അളിയൻ ഒരു നിർബന്ധവും കാണിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ ഇത്ര അധികം നിർബന്ധം അളിയൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകില് പൂജ സ്പെഷ്യൽ ആയിരിക്കും, അല്ലെങ്കിലേ പൂജയ്ക്ക് വരുന്ന ഗസ്റ്റ് സ്പെഷ്യൽ ആയിരിക്കും. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? വരാനുള്ളവൻ എന്തായാലും വരാതിരിക്കില്ലല്ലോ. വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആരാണെന്നുള്ളത്. മൈ ഡിയർ മമ്മി, നിങ്ങൾക്ക് എന്ത് പറ്റി? പൂജയ്ക്ക് റെഡിയാവാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് മുഖം വീർപ്പിച്ചിരിക്കുകയാണോ? അല്ല ഇപ്പൊ എന്താണാവോ പ്രശ്നം? എനിക്കുള്ളത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ഞാനും മറ്റൊന്ന് എന്റെ അച്ഛനും. ശരിയല്ല പറഞ്ഞത്? അതേന്ന് പറയാനായിട്ട് എനിക്ക് ഒരു പേടിയുമില്ല. സങ്കടം മാറും. ഓ മൈ ഡിയർ മമ്മി, നിങ്ങളെ 1/4 കിലോ പ്രശ്നത്തിന് 1 കിലോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതാണ് നമ്മൾ തമ്മിലുള്ള വേവ് ലെങ്തേ മാച്ചാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ദുഃഖ. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവന് കണ്ടകശനിയാണെങ്കിൽ നിനക്കും കണ്ടകശനി തന്നെയാ, അത് മനസ്സിലാക്കിക്കോ. ആയിക്കോട്ടെ, എനിക്കും കണ്ടകശനിയെ സമ്മതിച്ചു. അതിനെന്താ വേണ്ടേ? പൂജയല്ലേ ചെയ്യണ്ടേ? അതെ. ആ ശരിയാക്കാലോ. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ചെയ്തു തന്നാ പോരെ. നല്ലൊരു സമയം കുറിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടത്തിയേക്കാം. പക്ഷെ ഇന്ന് കൊച്ചുമുതലാളുടെ പൂജയ്ക്ക് ലേറ്റ് ആവണ്ടെന്നേ. അമ്മ പെട്ടെന്ന് പോയി ഒന്ന് റെഡിയായി വന്നേ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നെഞ്ചിൽ കൈവച്ച് സ്വന്തം മകൻ തന്നെ വാക്ക് പറഞ്ഞേ. എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നേ? ഒന്ന് അകത്തേക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയാ. അച്ഛനും മകനും ഒരുപോലെ തന്നെയാ, രണ്ടിനും വകതിരിവില്ല. അതോ എന്നെ പറ്റിക്കായിരുന്നോ? നിനക്ക് അങ്ങനെ തോന്നിയോ? ആർക്കറിയാം, ഇക്കാലത്തെ പെൺകുട്ടികളുടെ കാര്യമല്ലേ. ഇപ്പൊ എന്താ? നീ എന്നെ കണ്ടുപിടിക്കോ ഇല്ലയോ അത് പറ. ചെലപ്പോ. ഇതിപ്പോ ഇന്നലത്തെ പോലെ നോർമൽ പറ്റിക്കലായിരിക്കോ അതോ സ്പെഷ്യൽ പറ്റിക്കലായിരിക്കോ? എന്താ? എന്റെ ഭാഷ ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവുന്നത് പോലെ പറ, മനസ്സിലാക്കിക്കൊള്ളാം. അയ്യോ വീട്, അതൊന്നും ഫോണിലൂടെ മനസ്സിലാവില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലത്തെ പോലെ തന്നെ പോസ്റ്റ് ആക്കില്ലല്ലോ. ഞാൻ വരുമല്ലോ അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പായിട്ടും വന്നിരിക്കും. നമ്മളിരുവരും കാണാനുള്ള സമയം അടുത്ത് വന്നിരിക്കുന്നു. ഓക്കെ, ഇതെന്തായാലും ഉറപ്പായിട്ടും കാണാം. നിന്റെ ഫേസ് എത്ര സ്പെഷ്യൽ ആണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാലോ. നീ നിർബന്ധം പിടിക്കല്ലേ ശിവാനി. ആ വീട്ടിലേക്ക് പോകണമെന്ന നിന്റെ പിടിവാശി നല്ലതിനല്ല. ക്ഷമിക്കണം നീലി. എന്റെ പരമേശ്വരൻ ആദിശേഷനെ കാണുവാനുള്ള നല്ലൊരു അവസരമാണ് എനിക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അതെന്റെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കണമെന്നാണോ? ഇല്ല, ഞാൻ ആ വീട്ടിലേക്ക് പോവുക തന്നെ ചെയ്യും. ദയവായി ആരും എന്നെ തടയാൻ ശ്രമിക്കരുത്. അച്ഛൻ എന്തിനിങ്ങനെ പിടിച്ചു വലിക്കുന്നേ? കാര്യം എന്താ? കാര്യമുണ്ട്, മുതലാളിയുടെ കൂടെ തന്നെയല്ലേ, എനിക്കറിയില്ലേ. ദിഗ്വിജയ, പൂജ തുടങ്ങാൻ ഇത്രയും വൈകുന്നത് എന്താ? അതെ, പൂജാതി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പൂജാരിമാരവിടെ വെയിറ്റ് ചെയ്യ.
അളിയ മുഹൂർത്തം ആവാറായി. പൂജ ആരംഭിക്കണ്ടേ? വേണ്ട, അതെന്താ? ഞാൻ പറയുന്നത് വരെ ഒരു കാര്യം ആരംഭിക്കണ്ട. ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അവരാദ്യം വരട്ടെ. ആരായിരിക്കും അത്? സി, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിനക്കറിയോ, സത്യം പറഞ്ഞ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ ഞാൻ ആലോചിച്ചോണ്ടിരിക്കാം. റിലാക്സ്. ഡാഡി പ്രതീക്ഷിക്കുന്ന ഗസ്റ്റ് വന്നാൽ മാത്രമേ പൂജ തുടങ്ങൂ. എന്റെ അമ്മേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതി. അല്ല, ഏതോ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അളിയൻ പറയുകയും ചെയ്തു. ആരായിരിക്കും അത്? ജെന്റ്സ് ആയിരിക്കോ അതോ ലേഡീസ് ആയിരിക്കോ? ശിവാനി, എനിക്കും നിനക്കും ആ മാന്ത്രികൻ വീടിന് ചുറ്റും ദിഗ്ബന്ധനം ചെയ്തത് മാത്രമേ അറിയൂ. പക്ഷേ ആ വീടിനുള്ളിൽ ഇനി എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഒന്ന് ചുമ്മാ അറിയാട്ടാ. കല്യാണം അത്ര കല്യാണത്തിന് പെൺകുട്ടിയൊക്കെ ശരിയാവണ്ടേ? നിനക്ക് എന്താ മോനെ ഒരു കുറവ്? നീ ഒരു വാക്ക് പറഞ്ഞാ മതി, വലിയ വലിയ ഹീറോയിൻസ് പോലും നിന്റെ മുമ്പിൽ ഒന്ന് ക്യൂ നിൽക്കും. അത് കുറച്ച് ഓവറല്ലേ? നിങ്ങളുടെ ഭാഗത്ത് വല്ല കുട്ടിയുണ്ടെങ്കിൽ പറ, ഞാൻ അങ്ങനെ വന്ന് കെട്ടിക്കോളാം. അതെങ്ങനെ ശരിയാവും മോനെ? അതെന്താ? കല്യാണപ്രായമായ ആമ്പിള്ളേര് പെണ്ണിന്റെ വീട്ടിൽ ചെന്നാ പെണ്ണി ചോദിക്കണ്ടേ? സത്യത്തില് ചോദിക്കണോ? പിന്നെ അല്ലാതെ. ചേട്ടൻ പേടിക്കണ്ടെന്നേ, കെട്ടാൻ എനിക്ക് അത്ര വലിയ ധൃതിയൊന്നും ഇല്ല. ഓ, ഞാൻ ഓൾറെഡി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കുട്ടിയോടെ സമ്മതിച്ചാ മതി. ആ, വിളിച്ചോണ്ട് വാ മോനെ. മാലയും ബൊക്കെയൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തരാം, നീ കൊണ്ട് ഇട്ടാ പോരെ. അങ്ങനെ ചെയ്താല? ആ, ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടോന്നോ? അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി, വേഗം വരണേ. ദാ എത്തി. ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ഞാൻ വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ ആരാണെന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാ. ഓക്കെ, ശരി, വേഗം വാ. ആകാശത്തിൽ ഐ ലവ് യു തൃശൂൽ എന്ന് വരച്ച സുന്ദരി പെൺകുട്ടിയെ ആരാണെന്ന് ആദ്യമായിട്ടൊന്ന് കാണാമല്ലോ. മേ ബി. ത്രിവിക്രം, ഇവർക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഷുവർ ഡാഡ്. ചെല്ലു ശിവാനി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ. ഞങ്ങളുടെ ഈ വീടൊക്കെ ചുറ്റി കാണുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? സോ താൻ റെഡിയാണെങ്കിൽ പ്ലീസ്. എന്താ പറ്റിയ ബൈക്കിന്? അത്യാവശ്യ സമയത്ത് തന്നെ ഇങ്ങനെ പണി തരണം? നിന്നെ വിശ്വസിച്ചിറങ്ങിയ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു പണി തരണം? ശരിക്കും എന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ച പോലെ ഒരു ഫീല്. ഇതിനു മുന്നേ നിങ്ങൾ അമേരിക്കയിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്നെ കാണാൻ ചാൻസേ ഇല്ല.
നിന്നോട് ആരാ പറഞ്ഞേ? ആ നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോ? രാവിലെ മുതൽ കഴുകി വൃത്തിയാക്കിയ പൂജാ സ്ഥലമല്ല നീയായിട്ട് അശുദ്ധമാക്കിയല്ലോ നാശം. ഇനി ഇതൊക്കെ ആരാ ക്ലീൻ ചെയ്യുന്നത്? എന്തിനാ വെറ്റുകളെയൊക്കെ ഇപ്പൊ ഈ പൂജയ്ക്ക് വിളിച്ചത്? വെറുതെ സമാധാനം കളയാനായിട്ട്. ഹേ മധു, ഇങ്ങനെയാണോ നീ മോനെ വളർത്തി വെച്ചിരിക്കുന്നത്? നന്ദീശ, മോനെ ഇങ്ങനെ പന പോലെ വളർത്തി വലുതാക്കിയിട്ട് കാര്യമില്ല. തലയ്ക്കകത്ത് കുറച്ച് ആൾ താമസം കൂടെ ഉണ്ടായി കൊടുക്ക്. ഹലോ, ഇന്ന് പൂജയാണ്, വിളിക്കരുതെന്ന് പറഞ്ഞാലും എത്ര പ്രാവശ്യമായി വിളിക്കുന്നത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഈ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എന്താ ഇത്? എന്തിനാ അവിടെ അത്രയും മഞ്ഞപ്പൊടി വിതറിയിരിക്കുന്നത്? മുതലാളി ഒന്നുമില്ല, അത് പൂജക്കുള്ള മഞ്ഞൾ മറിഞ്ഞു വീണു, അത് ക്ലീൻ ചെയ്യായിരുന്നു. ശരി, ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാൻ നോക്ക്. ആർ യു കംഫർട്ടബിൾ ഹിയർ? ഫീൽ ലൈക്ക് യുവർ ഹോം. തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വരാൻ നിർബന്ധിതരാക്കിയത് ഗുരുദേവ. തെറ്റായി പോയി, വളരെ വലിയ തെറ്റായി പോയി. ആ ത്രയംബകൻ എന്ന അസാധാരണ മാന്ത്രികനിൽ നിന്നും നിങ്ങൾക്കറിയാവുന്നതല്ലേ ശിവാനി എന്തുമാത്രം പീഡനമേറ്റു വാങ്ങിയിരുന്നുവെന്ന്? അതുമാത്രമല്ലല്ലോ, നമ്മുടെ ശിവാനിയെ 14 വർഷം ദിഗ്ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാതെ ദ്രോഹിച്ചില്ലേ? ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും, അനുഭവങ്ങളെല്ലാം തീക്ഷ്ണമായിരുന്നിട്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചിരിക്കുന്നു. ഗുരുദേവ, ആദിശേഷനെ കണ്ടേ മതിയാകൂ എന്നുള്ള തീരുമാനമാണ് അവളെ കൊണ്ട് ഈ തെറ്റെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പ്രശ്നത്തിന്റെ ഗൗരവം ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? പുറത്തു കടക്കുവാൻ വലിയൊരു പ്രയത്നം തന്നെ ആവശ്യമായി വരും. അതിലും മുഖ്യമായ ഒന്ന്, മറ്റൊരു ദിഗ്ബന്ധനത്തിൽ അവൾ അകപ്പെടുവാനുള്ള സാധ്യതയാണ്. ഇത് വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ ഗുരുദേവ. ശിവാനിയുടെ ഈ എടുത്തുചാട്ടം ഇത്രയൊക്കെ അപകടത്തിന് വഴിയൊരുക്കുമോ? അതുമാത്രമല്ല, ഇത് ശിവാനി അവൾക്ക് മാത്രം വരുത്തിവെച്ച അപകടമല്ല, ഇത് നാഗലോകത്തെ ആകമാനം ബാധിക്കുന്ന പ്രശ്നമാണ്. ഇനി എന്ത് ചെയ്യും ഗുരുദേവ? അവളെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ കാര്യമായ പ്രയത്നം തന്നെ വേണ്ടിവരും. എന്താ പറ്റി? എനിക്കെന്തോ താനിവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ലാന്നൊരു ഫീൽ ആണല്ലോ തോന്നുന്നത്. ആർ യു റിയലി ഓക്കെ? അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാൻ കേട്ടോ. നിങ്ങള് വേറൊന്നും വിചാരിക്കില്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ കോൾ ചെയ്യണമായിരുന്നു. അത്രേ ഉള്ളൂ. പ്ലീസ്, ഇയാൾ കോൾ ചെയ്തോ, ഞാൻ പുറത്തുണ്ടാവും. ത്രിവിക്രം, താങ്ക് യു. കം ഓൺ. അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല കൊച്ചുമുതലാളി. അവൻ പുറത്തൊക്കെ പോയി വന്നിട്ട് നേരിട്ട് എന്ന് വിഗ്രഹത്തിൽ തൊട്ടത് തെറ്റ് തന്നെയാ. അതിന് ചെറിയൊരു ശിക്ഷ കിട്ടിയെന്നേ ഉള്ളൂ. ഇത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കൊച്ചുമുതലാളി ഒന്ന് ഫോൺ ചെയ്താൽ മതി, അവൻ അപ്പം തന്നെ വന്നോളൂ. എവിടെയാണെങ്കിലും ഓടി വന്നോളൂ അവൻ. പാവം, സങ്കടപ്പെട്ട് എവിടെയെങ്കിലും പോയിരിക്കായിരിക്കും. കൊച്ചുമുതലാളി, ഒരേ ഒരു തവണ അവനെ ഒന്ന് ഫോൺ ചെയ്യാവോ? നോ, അവന് ഞാൻ ഫോൺ ചെയ്യില്ല. ഹലോ. ഹായ്. എന്താ എന്താ നിങ്ങളുടെ ശബ്ദം ഇടറിയിരിക്കുന്നേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ. എന്താ? ഇഷ്ടമുള്ളവർക്കേ വിഷമം ഉണ്ടായ അവരുടെ ശബ്ദത്തിൽ മാത്രമല്ല, ശ്വാസത്തിൽ വ്യത്യാസം ഉണ്ടായ പോലും കണ്ടുപിടിക്കാൻ പറ്റും. ചുമ്മാ കിന്നരിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിളിച്ച കാര്യം പറ. ഇതെന്താ പിന്നെയും ദേഷ്യപ്പെടുന്ന? നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി, നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി എത്ര നേരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കാത്തു നിൽക്കാ ഞാൻ. നിങ്ങളിപ്പോ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നോക്ക്, എനിക്കിതൊന്നും കേൾക്കാൻ ആഗ്രഹമില്ല. വെറുതെ ഉപദ്രവിക്കാൻ നിൽക്കരുത്, ദയവേത് ഫോൺ വെക്ക്. ആ വീട്ടിലേക്ക് പിന്നെയും നാഗം പ്രവേശിച്ചിരിക്കുന്നു.
ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തകർക്കാനാവാത്ത ഈ ത്രയംബകൻ ചെയ്ത ദിഗ്ബന്ധനം താണ്ടി ആ നാഗം പുറത്തു വന്നിരിക്കുന്നു. ഇതൊരു അപകട സൂചനയാണ്. ഇനിയും ഈ തപസ്സനുഷ്ഠിച്ച് മുൻപോട്ടു പോകുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെ ആകമാനം സർവനാശം സംഭവിക്കും. നാഗമാണിക്കും ആ നാഗങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരു കാരണവശാലും അവൻ ശിവാനിയെ വിടില്ല. ശിവാനിക്ക് ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുവാനാവണം. ഇല്ലെങ്കിൽ അവളുടെ നാശമായിരിക്കും ഫലം. ശിവാനിയെ രക്ഷിക്കാനുള്ള മാർഗം എന്താണ് ഗുരുദേവ? ഇപ്പോൾ അവളെ രക്ഷപ്പെടുത്തുന്നതിലല്ലേ പ്രാധാന്യം? നമ്മൾ എന്ത് ചെയ്യും? പറയൂ ഗുരുദേവ. ആ ത്രയംബകൻ ദിഗ്വിജയന്റെ വീട്ടിലെത്തുന്നതിന് മുൻപേ തടയണം. അതുമാത്രമാണ് നമുക്കുള്ള മാർഗം.